ഇന്ന് ഞങ്ങളുള്ളത് കാനഡയിലെ റിപ്ലീസ് അക്വേറിയത്തിലാണ്. നോർത്തേൺ അമേരിക്കയിലെ തന്നെ ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള ടണൽ അക്വേറിയമാണിത്. അപ്പോൾ കുറേ കാഴ്ചകളുണ്ട് ഇവിടെ കാണാൻ. സോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇപ്പോൾ റിപ്ലീസ് അക്വേറിയത്തിൻ്റെ എൻട്രൻസിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് രജിസ്ട്രേഷനും സംഭവങ്ങളൊക്കെ ഉള്ളത്. അതേപോലെ തന്നെ നമുക്കിവിടുത്തെ പ്രൈസ് റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡൾട്ട്സിനൊക്കെ ഒരു ഏകദേശം ഒരു ടാക്സ് ഇൻക്ലൂഡഡ് ആയിട്ട് ഒരു $50, അതേപോലെ തന്നെ കുട്ടികൾക്കാണെങ്കിൽ $29 ഒക്കെയാണ് ഇതിൻ്റെ പ്രൈസ് വരിക. പക്ഷെ എന്നാലും നമുക്ക് കുറേ കാര്യങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കാണാനുണ്ട്. ശരിക്കും ഒരു സീ ലൈഫ് തന്നെയാണ് ശരിക്കും നമ്മൾ ഇവരിവിടെ പ്രസൻറ്റ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ലൈറ്റ് വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഷൂട്ട് ചെയ്യുമ്പോൾ കുറച്ച് ലൈറ്റ്സിൻ്റെ ഇഷ്യൂസ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇവിടെയാണെങ്കിൽ നമുക്ക് ആനുവൽ മെമ്പർഷിപ്പും ഉണ്ട്. അത് നമുക്ക് ഇവരുടെ സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ കൂടുതലായിട്ടുള്ള ഇൻഫർമേഷൻസ് കിട്ടുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് അക്വേറിയത്തിൻ്റെ അകത്ത് തന്നെയായിട്ട് ഒരു ചെറിയൊരു ഷോപ്പുണ്ട്. അവിടെ എല്ലാം നമുക്ക് ഫിഷും സീയും ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ടീഷർട്ടുകളും അതേപോലെ ടോയ്സൊക്കെ കിട്ടുന്നതാണ്. പിന്നെ ഇത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. കാരണം എന്തൊരു ഭംഗിയാണത് കാണാൻ. ശരിക്കും നമ്മുടെ ഒരു കടലിൻ്റെ അടിയിൽ നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. എന്തായാലും നമ്മൾ ഫീസായിട്ട് കൊടുക്കുന്ന രജിസ്ട്രേഷൻ ഫീസായി കൊടുക്കുന്നത് ശരിക്കും വേർത്താണ്. ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട് കാണാൻ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇതിൽ എല്ലായിടത്തും ഉണ്ട്. ഓരോ ഫിഷിനെ കുറിച്ചുള്ള കാര്യങ്ങളും ഓരോ സ്ക്രീനിൽ ഇങ്ങനെ വരുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇൻഫോർമേറ്റീവാണ്. കാരണം കുട്ടികളൊക്കെ ശരിക്കും സീ ലൈഫൊക്കെ അവർക്കൊരു എക്സൈറ്റ്മെൻ്റാണ്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും അവർക്കും കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും.
ഈ ഫിഷ് ഭയങ്കര ക്യൂട്ടാണ് കാണാൻ. ഇത് പഫർ ഫിഷാണ്. പിന്നെ ഇതാണ് സീ ഹോഴ്സസ്. ഞാൻ ശരിക്കും വിചാരിച്ചിരുന്നത് സീ ഹോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വലുതായിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇത് ഭയങ്കര ചെറുതാണ്. പിന്നെ അതേപോലെ ഇതിൽ മെയിൽസും ഫീമെയിൽസും ഉണ്ട്. അതിൽ മെയിൽസാണ് പ്രഗ്നൻ്റ് ആവുന്നത്. നമുക്ക് അവരുടെ വയറ് കണ്ടാൽ അറിയാം. പിന്നെ അതേപോലെ തന്നെ ഇവർക്ക് ഓന്തിനെ പോലെ തന്നെ കളർ ചേഞ്ച് ചെയ്യാനും പറ്റും. ഏകദേശം ഒരു 3 to 5 ഇയേഴ്സൊക്കെയാണ് ഇവർ ജീവിച്ചിരിക്കുക. പിന്നെ അതേപോലെ ഒരു ഡെലിവറി തന്നെ കുറേ കുട്ടികളുണ്ടാവും. ഇതാണ് സ്റ്റിംഗ്രേസ്. നമ്മൾ മലയാളത്തിൽ തിരണ്ടി എന്ന് പറയും. ഇതും ഒരു ഫിഷാണ്. പിന്നെ ഇതാണ് ജെല്ലി ഫിഷ്. ഇതിനെ അല്ലെങ്കിൽ പസഫിക് സീ നെറ്റൽസ് എന്നും പറയും. ഇതാണ് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരുന്നു ഇത് കാണാൻ. നേരിട്ട് കാണുമ്പോൾ കുറച്ചുകൂടി ഭംഗിയായിട്ട് നമുക്ക് തോന്നും. ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ നമ്മളിന്ന് അക്വേറിയം കാഴ്ചകൾ കുറേ കണ്ടു. ശരിക്കും ഒരു സീല് പോയൊരു അനുഭവമായിരുന്നു ഉണ്ടായിരുന്നത്. സോ എല്ലാവരും പറ്റുന്നവരെല്ലാവരും അറ്റ്ലീസ്റ്റ് കാനഡയിലുള്ളവരെങ്കിലും ഇവിടെ വന്ന് ഈ അക്വേറിയം ഒന്ന് വിസിറ്റ് ചെയ്യണമെന്ന് ഞാൻ സജസ്റ്റ് ചെയ്യുന്നു. സോ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. സോ സീ യു ഓൾ, ബൈ.